നമസ്കാരം. കേന്ദ്ര ബജറ്റിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. പലതരത്തിലുള്ള കണക്കുകൾ, ആ കണക്കുകളുടെ ഇഴകീറി പരിശോധന അതെല്ലാം ഇപ്പോഴും നടക്കുകയാണ്. ഈ അവസരത്തിൽ കേന്ദ്ര ബഡ്ജറ്റിൻ്റെ ഒരു ഭാഗത്തെക്കുറിച്ച് ഇപ്പോൾ വലിയ ചർച്ചകൾ പ്രത്യേകിച്ചും വിദേശകാര്യ വിദഗ്ധർ നടത്തുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ആ ചബഹാർ തുറമുഖം, ആ തുറമുഖത്തിന് കേന്ദ്ര ബഡ്ജറ്റിൽ പണം അനുവദിച്ചില്ല എന്നതാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചബഹാർ പോർട്ട് നമുക്കറിയാം, ഇറാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർട്ടാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു തുറമുഖമാണ്. കാരണം പാകിസ്ഥാനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് അഫ്ഗാനിസ്ഥാനിലേക്കും മറ്റ് മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്കും ഇന്ത്യക്ക് സഞ്ചരിക്കാൻ കഴിയും ചബഹാർ പോർട്ട് കയ്യിലിരുന്നു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ്. മാത്രമല്ല, പാകിസ്ഥാനിൽ ചൈന നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചൈന ഡെവലപ്പ് ചെയ്ത ഗ്വാദർ തുറമുഖം, ആ ഗ്വാദർ തുറമുഖത്തിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ് ഇറാനിലെ ചബഹാർ തുറമുഖം. അതുകൊണ്ട് തന്നെ 10 വർഷത്തെ ഒരു കരാറിലൂടെ ചബഹാർ തുറമുഖം കൈവശം വയ്ക്കാനുള്ള അധികാരം അല്ലെങ്കിൽ അത് നടത്താനുള്ള അധികാരം ഇപ്പോൾ ഇന്ത്യക്കുണ്ട്. കഴിഞ്ഞ 2024-25 ബഡ്ജറ്റ്, ആ ബഡ്ജറ്റിൽ 400 കോടി രൂപയാണ് ചബഹാർ തുറമുഖത്തിന് വേണ്ടി, ഇറാനിലെ ചബഹാർ തുറമുഖത്തിന് വേണ്ടി ഇന്ത്യ അനുവദിച്ചത്. മാത്രമല്ല, കഴിഞ്ഞ സാമ്പത്തിക വർഷം 2025-26 സാമ്പത്തിക വർഷത്തിലേക്കുള്ള ബഡ്ജറ്റിലും 100 കോടി രൂപ അനുവദിച്ചിരുന്നു. അതിനോടൊപ്പം തന്നെ ഏതാണ്ട് ഇതുവരെ ചബഹാർ തുറമുഖം ഏറ്റെടുത്തതിന് ശേഷം ഇതുവരെ 1100 കോടിയോളം രൂപ ഇതുവരെ ചബഹാർ തുറമുഖത്തിന് വേണ്ടി ബഡ്ജറ്റിൽ നിന്നും ഇന്ത്യ മാറ്റിവച്ചിട്ടുണ്ട്. പക്ഷേ അതിന് വിപരീതമായി ഇത്തവണ ചബഹാർ തുറമുഖത്തിന് പണമൊന്നും നീക്കി വച്ചിട്ടില്ല. എയ്ഡ് ടു അതർ കൺട്രീസ് എന്ന് പറയുന്ന ഹെഡിലാണ് ഇത്തരം സഹായങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നൽകിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അത് നൽകുന്നില്ല. അതാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അമേരിക്ക ഇറാനുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുന്ന രാജ്യങ്ങളുടെ മേൽ നടപടി കടുപ്പിച്ചത്. അതിൽ ഇന്ത്യക്കും ബാധകമാണ്. എന്ന് പറഞ്ഞാൽ ഇറാനുമായി ഈ പറയുന്ന ട്രേഡിൽ ഏർപ്പെടുന്ന രാജ്യങ്ങൾക്ക് ഇനി ഒരു അധികം 25% തീരുവ കൂടി, ഇറക്കുമതി തീരുവ കൂടി അമേരിക്ക ഏർപ്പെടുത്തും. ഇറാനുമായി ആരും തന്നെ കച്ചവടം ചെയ്യാൻ പാടില്ല എന്ന തീട്ടൂരം അത് അമേരിക്ക ഇറക്കിയിട്ട് ആഴ്ചകളെ ആവുന്നുള്ളൂ. അതിനിടയിൽ ആ സമയത്താണ് ഇപ്പോൾ ഇറാനിൽ നിന്നും ഇന്ത്യ പിൻവലിയുന്നോ അല്ലെങ്കിൽ ചബഹാർ തുറമുഖത്തിൽ നിന്നും ഇന്ത്യ പിൻവലിയുന്നോ എന്ന രീതിയിൽ, അങ്ങനെയുള്ള സംശയം ഉളവാക്കുന്ന രീതിയിൽ ബഡ്ജറ്റിൽ ഇതിനാവശ്യമായ തുക നീക്കിവെക്കാത്തത്. ട്രംപിനെ പേടിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അമേരിക്കയുമായി അത്ര കണ്ട് അമേരിക്കയെ ധിക്കരിച്ചു പോകണ്ട, ഒരു മധ്യവർത്തി നയം സ്വീകരിക്കാം എന്ന് നരേന്ദ്രമോദി സർക്കാർ കരുതിയതുകൊണ്ടാണ് എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇതിനപ്പുറം ചബഹാർ തുറമുഖത്തിന് ഈ ബഡ്ജറ്റിൽ, ഇക്കൊല്ലത്തെ ബഡ്ജറ്റിൽ തുക അനുവദിക്കാത്തതിന് കാരണമായി മറ്റൊരു അഭിപ്രായവും വരുന്നുണ്ട്. ഒരുപക്ഷെ ആ അഭിപ്രായത്തിനായിരിക്കാം ഇപ്പോൾ മുൻതൂക്കം നൽകേണ്ടത്. കാരണം അമേരിക്ക ഇന്ത്യയുടെ വിദേശ നയങ്ങൾ, ഇന്ത്യ ആരുമായിട്ടൊക്കെ ട്രേഡ് ചെയ്യണം, ഇന്ത്യ എവിടെയൊക്കെ ആരിൽ നിന്നൊക്കെ എന്തൊക്കെ വാങ്ങണം, ഇതൊക്കെ തീരുമാനിക്കുന്നത് ഇന്ത്യ തന്നെയാണ്. രാജ്യത്തിൻ്റെ താല്പര്യങ്ങളാണ് വലുത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചബഹാർ തുറമുഖം ഇന്ത്യക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു അസറ്റാണ്. 10 വർഷത്തിന് ശേഷവും അത് നീട്ടിക്കിട്ടാനുള്ള അല്ലെങ്കിൽ അതിൻ്റെ കൈവശാവകാശം നീട്ടിക്കിട്ടാനുള്ള എന്തെങ്കിലും അവസരമുണ്ട് എങ്കിൽ ഇന്ത്യ അത് വിനിയോഗിക്കും. കാരണം അതിന് പാകിസ്ഥാനെ ബൈപ്പാസ് ചെയ്യാനുള്ള കഴിവുണ്ട്. മാത്രമല്ല, പാകിസ്ഥാനിൽ ചൈന ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്വാദാർ തുറമുഖത്തിന് അടുത്താണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് സുരക്ഷാ ഭീഷണി ഉണ്ടാക്കാൻ പോലും ഇന്ത്യക്ക് കഴിയും. ഏതെങ്കിലും സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ഒരു ആക്രമണം നടത്തുകയാണെങ്കിൽ മറുഭാഗത്തു കൂടി പാകിസ്ഥാനെ ആക്രമിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഇടനാഴി കൂടി അവിടുന്ന് തുറന്നു കിട്ടുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് പാകിസ്ഥാൻ ഉൾപ്പെടെ ഭയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ തുറമുഖമാണ് ഈ ചബഹാർ തുറമുഖം. അതൊരിക്കലും അമേരിക്കയുടെ വാക്ക് കേട്ട് ഇന്ത്യ ഒഴിവാക്കും എന്ന് തോന്നുന്നില്ല. നേരെ മറിച്ച് പിന്നെ എന്തുകൊണ്ടാകാം ഈ തുക നീക്കി വയ്ക്കാത്തത് എന്ന് പറഞ്ഞാൽ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതാണ്ട് $21 മില്യൺ നിക്ഷേപം അവിടെ നടത്താം എന്ന് ഇന്ത്യ നേരത്തെ സമ്മതിച്ചിരുന്നതാണ്. അതനുസരിച്ചിട്ടുള്ള തുക, ആ തുകയുടെ ഭൂരിഭാഗവും ഇതിനോടകം തന്നെ ഇറാന് കൈമാറി കഴിഞ്ഞിരിക്കുന്നു. അതിൽ കൈമാറിയ തുക, ആ തുക പോലും ഇപ്പോഴും വിനിയോഗിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. അതായത് ഇതുവരെ ഇറാനിലെ ചബഹാർ തുറമുഖത്തിന് അനുവദിച്ച തുകയുടെ ഒരു ഭാഗം ഇപ്പോഴും വിനിയോഗിക്കാനുണ്ട്. അതിൽ തന്നെ ഒരു ഭാഗം അവിടുത്തെ ചില നിയമ ന്യൂനമാലകൾ കാരണം
അതോടൊപ്പം തന്നെ ബാങ്കുകളിലെ ചില പ്രശ്നങ്ങളൊക്കെ കാരണം അത് അവിടെ ബ്ലോക്കായ ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ചബഹാർ തുറമുഖത്തിന് ഇക്കൊല്ലം ഇത് അനുവദിക്കാൻ കഴിയാത്തതെന്നും തുക അനുവദിക്കാൻ കഴിയാത്തതെന്നും ഇനിയും കൂടുതൽ തുക അനുവദിക്കുക തന്നെ ചെയ്യും. ചബഹാർ പോർട്ട് ഇന്ത്യ കൈവിടുകയില്ല, അത് കയ്യിൽ സുരക്ഷിതമായി തന്നെ വയ്ക്കുകയും ചെയ്യും ആണ് ഇപ്പോൾ പുതിയ വിലയിരുത്തലുകൾ വരുന്നത്. ഒരുപക്ഷെ രണ്ടാമത്തെ വിലയിരുത്തലിനാകാം ആധികാരികത കൂടുതൽ. വരും ബഡ്ജറ്റുകളിലൊക്കെ ഇനിയും ചബഹാർ തുറമുഖത്തിന് തുക വകയിരുത്താനുള്ള സാധ്യതയുണ്ട്. ഇറാന് പുറമെ മറ്റു പല രാജ്യങ്ങൾക്കും ഇന്ത്യ ഈ കൊല്ലം തുക അനുവദിച്ചിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് എയ്ഡ് ടു കൺട്രീസ് എന്ന് പറയുന്ന ഹെഡിലാണ് 5686 കോടി രൂപ വിവിധ രാജ്യങ്ങൾക്കായി അനുവദിച്ചിരിക്കുന്നത്. ഇത് കഴിഞ്ഞ ബഡ്ജറ്റ് 2025-26 അവതരിപ്പിച്ച കഴിഞ്ഞ ബഡ്ജറ്റിനേക്കാൾ 4% കൂടുതലാണ്. കഴിഞ്ഞ ബഡ്ജറ്റിൽ 5483 കോടി രൂപയാണ് അനുവദിച്ചിരുന്നത്. പക്ഷേ അതിൻ്റെ റിവൈസ്ഡ് ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. 5483 കോടി രൂപയാണ് അനുവദിച്ചതെങ്കിലും പിന്നീട് അത് 5785 ഉയർത്തിയിരുന്നു. അങ്ങനെ നോക്കിയാൽ കഴിഞ്ഞ തവണത്തേതിനേക്കാൾ കുറവാണ് ഇത്തവണ തുക അനുവദിച്ചിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ബഡ്ജറ്റിൽ അവതരിപ്പിച്ച തുകയേക്കാൾ 4% ഇപ്പോൾ ഉയർത്തിയിട്ടുണ്ട്. മാത്രമല്ല ബംഗ്ലാദേശ്, വിവിധ രാജ്യങ്ങൾക്ക് ഇന്ത്യ ബഡ്ജറ്റിൽ പണം അനുവദിക്കാറുണ്ട്. ഈ മനുഷ്യത്വപരമായ സഹായങ്ങൾ, അതോടൊപ്പം തന്നെ വിവിധ രാജ്യങ്ങളിലെ വികസന പദ്ധതികൾ, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, അവരുമായി ഉണ്ടാക്കിയ കരാറുകൾ പ്രകാരമുള്ള തുക, ഇതെല്ലാം ഈ ഒരു ഹെഡിൽ നിന്നാണ് പോകുന്നത്. ബംഗ്ലാദേശിന് 60 കോടി രൂപ മാത്രമാണ് ഇക്കൊല്ലം അനുവദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ നയതന്ത്ര ബന്ധം അത്ര സുഖകരമല്ല. അതുകൊണ്ട് തന്നെ അവരുടെ വിഹിതം കഴിഞ്ഞ തവണ ബഡ്ജറ്റിൽ 120 കോടി രൂപയായിരുന്നു െങ്കിൽ അത് പകുതിയാക്കി കുറച്ചിരിക്കുന്നു. കഴിഞ്ഞ തവണ 120 കോടി രൂപ അനുവദിച്ചെങ്കിലും 34 കോടി രൂപ മാത്രമേ ബംഗ്ലാദേശിന് കൊടുത്തിട്ടുള്ളൂ. ഇത്തവണയും 60 കോടി രൂപ അനുവദിച്ചിരിക്കുന്നു. അതിൽ ഒരുപക്ഷെ ഒന്നും തന്നെ കൊടുക്കാനുള്ള സാധ്യതയും കാണുന്നില്ല. ഭൂട്ടാനാണ് ഏറ്റവും കൂടുതൽ തുക അനുവദിച്ചിരിക്കുന്നത്, 2289 കോടി രൂപ. നേപ്പാളിന് 800 കോടി രൂപ, അതോടൊപ്പം തന്നെ ശ്രീലങ്കയ്ക്ക് 400 കോടി രൂപ. ഇങ്ങനെയാണ് ഈ മറ്റ് വിദേശ രാജ്യങ്ങൾക്കായിട്ട് ബഡ്ജറ്റിൽ തുക അനുവദിച്ചിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.